ദേവേട്ട, ഇന്നെന്താ പതിവില്ലാതെ അമ്പലത്തിൽ പോകണമെന്നൊരു വാശി? അതെന്താ അമ്മു? എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ എന്നുണ്ടോ? ദേവൻ കുറിച്ച് കനപ്പിച്ചു ചോദിച്ചു. ഏയ്, അതുകൊണ്ടല്ല. സാധാരണ ഞാൻ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ വരാതിരിക്കാൻ 100 കാരണങ്ങൾ നിർത്താറുള്ളതല്ലേ. ദേവേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അമ്മു, നീ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം? നിനക്ക് വേണ്ടി മാത്രം അമ്പലത്തിൽ ഏതു നേരവും തുറന്നിടില്ല. ഒന്ന് വേഗം ഇറങ്ങാവോ? അമ്പലത്തിലേക്കാണ്, അല്ലാതെ കല്യാണത്തിനൊന്നുമല്ല പോകുന്നത്. എന്റെ ദേവേട്ട, ഭാര്യയ്ക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയതിന് ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, പറയണ കേട്ടാൽ തോന്നും നീ എന്തോ ഐശ്വര്യയാണെന്ന്. നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. അതും പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോയി. അയ്യോ ദേവേട്ട, പോകല്ലേ, ഞാനും വരുന്നു. അവൾ അതും പറഞ്ഞ് അവൻ്റെ പുറകെ ഓടി. ദേവേട്ട നിൽക്ക്, ഞാനും വരുന്നു. അവൾ അവനെ പിടിച്ചു നിർത്തി. അമ്മു ആണെങ്കിൽ നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. നീ എന്താ അമ്മു, കൊച്ചുകുട്ടിയാണോ? നിനക്ക് മര്യാദയ്ക്ക് നടന്നു വന്നാൽ പോരെ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഇങ്ങനെ കിടന്ന് ഓടാൻ? അവൻ കലിപ്പുമൂടെ ഓൺ ചെയ്തു. അത് കൊള്ളാം, ദേവേട്ടൻ എന്നെ കൂട്ടാതെ പോകുന്നത് കൊണ്ടല്ലേ ഞാൻ പുറകെ ഓടിയത്. പിന്നെ ദേവേട്ടൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്, എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ട്. അത് ഈ നിൽക്കുന്ന എൻ്റെ ചെക്കനോടുള്ള സ്നേഹഭ്രാന്താണ്. അതും പറഞ്ഞ് അവനൊന്ന് കണ്ണിറുക്കി കാണിച്ച് അവൻ്റെ മീശ പിരിച്ചു കൊടുത്തു. മോള് വല്ലാതെ അങ്ങ് സോപ്പിടുന്നുണ്ട്. ഞാനേ രാവിലെ നല്ല സോപ്പിട്ട് തന്നെയാണ് കുളിച്ചത്, അതുകൊണ്ട് ഇതിവിടെ ഏൽക്കില്ല. മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്. അവൻ അവളെ വലിച്ച അമ്പലത്തിലേക്ക് നടന്നു. എൻ്റെ ദേവി, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇതെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ദേവേട്ടൻ ഒരു ആപത്തും വരുത്തരുത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് വേഗം തന്നെ കാണിച്ചു തരണേ. അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അമ്മു, നീ ഇപ്പോൾ എന്താ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം. നിന്റെ ആ പ്രാർത്ഥനയ്ക്കുള്ള റിസൾട്ട് നിനക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കിട്ടും, ദേവൻ മനസ്സിൽ പറഞ്ഞു. അവനൊന്ന് ചിരിച്ച് അവളെ തന്നെ നോക്കി നിന്നു. ദേവേട്ട, നമുക്ക് ദേവേട്ടൻ്റെ ബുള്ളറ്റിൽ വന്നാൽ പോരായിരുന്നോ? നടന്ന് നടന്ന് കാല് വേദനിച്ചു. തിരിച്ചുള്ള യാത്രയിൽ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഡീ പെണ്ണെ, നിന്ന് ചിണുങ്ങാതെ അങ്ങോട്ട് നടക്കാൻ നോക്ക്. ഏത് നേരവും കാറിലും ബുള്ളറ്റിലും യാത്ര ചെയ്ത് പിന്നെ മടിച്ചേ. ഇത്തിരി നടക്കാൻ വയ്യ പെണ്ണിന്. നോക്കിക്കോ, നിന്നെ ഞാൻ ഇനി എല്ലായിടത്തും നടത്തിച്ച് കൊണ്ടുപോകൂ. അയ്യോ ദേവേട്ട, അങ്ങനെ പറയരുത്. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ നടന്നോളാം. ഞാൻ ഞാൻ അത് ചുമ്മാ പറഞ്ഞതല്ലേ. അവൾ അതും പറഞ്ഞ് അവനൊരു ചിരി പാസ്സാക്കിയിട്ട് നടക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ അവളുടെ സംസാരം കേട്ടിട്ട് ചിരി കടിച്ചു പിടിച്ച് നടന്നു. നിങ്ങൾ വീട്ടിലേക്ക് വാ മനുഷ്യ, എന്നെ നടത്തിച്ചതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. ഹാവു ഭാഗ്യം, ഒരു കണക്കിന് വീടെത്തി. അതും പറഞ്ഞ് അവൾ വാതിൽ തുറന്നതും ഹാപ്പി ബർത്ത്ഡേ അമ്മു അതും പറഞ്ഞ് എല്ലാവരും അവളുടെ നേരെ കോർസായി പറഞ്ഞതും അമ്മു ഞെട്ടിത്തെറിച്ച് ദേവത്തേക്ക് വീണു. അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വീഴാണെങ്കിൽ അത് ഒറ്റയ്ക്കായിക്കോ. എന്തിനാ നീ എന്നെ കൂടെ വലിച്ചിടുന്നത്? അത് ദേവേട്ട, എല്ലാവരും പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഞാൻ പേടിച്ചു, അതാ, അല്ലാതെ ഞാൻ മനഃപൂർവ്വമല്ല. എന്തായാലും കൊള്ളാം, നിനക്ക് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ അമ്മോ. നിന്റെ തീറ്റ കുറക്ക്, മനുഷ്യന് നടു ഒടിഞ്ഞു എന്ന് തോന്നുന്നു. എന്നിട്ട് മാറിട്ട് കുരുപ്പെ മേത്തേന്ന്. ഏതു നേരത്താണാവോ ഇതിനെ എൻ്റെ തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്? അവനത് പറഞ്ഞതും അവൾ ചാടി എന്നിട്ട് അകത്തേക്ക് പോയി. എടാ ഹരി, ദേവന്റെ കസിനാണ് ഹരി. ഒന്ന് പിടിക്കടാ, എണീക്കാൻ പറ്റുന്നില്ല, അവൻ പറഞ്ഞതും ഹരി ദേവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദേവേട്ട, അമ്മ വെച്ച് കലിപ്പിലാണ് കേട്ടോ. ഇനി ഇപ്പോഴൊന്നും ആള് തണുക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യും? അത് സാരമില്ല, ആ കുരുപ്പിനെ ഞാൻ എങ്ങനെയെങ്കിലും മെരുക്കിയെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്ക് നീ ഇവിടെയെല്ലാം സെറ്റ് ചെയ്ത് വെക്ക്. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അവൻ മുറിയിലെത്തിയപ്പോൾ കണ്ടത് ജനാലയോട് ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മൂനെയാണ്. അവൻ പതിയെ വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. പക്ഷെ അവൾ അനങ്ങാതെ നിന്നു. അമ്മുക്കുട്ടി, അവൻ അവളുടെ കാതോരം പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നേരത്തെ എന്നെ എന്തൊക്കെയോ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അവളുടെ പരിഭവം പറച്ചിൽ കേട്ട് അവന് ചിരി വന്നു. കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്ന് അവനെ പിടിച്ചു തള്ളി. അവൻ നേരെ പോയി ബെഡിലേക്ക് വീണു. അവൾ മുറിയിൽ നിന്ന് പോകാനൊരുങ്ങിയതും അവൻ കാലിട്ട് അവൾ ഇടംകാലിൽ കൊണ്ട് വീഴ്ത്തി. നേരെ ചെന്ന് അവൻ്റെ മേത്തേക്കാണ് അമ്മ വീണത്. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്താടി, നീ പോകുന്നില്ലേ? എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ ഞാൻ എങ്ങനെ പോകും? എന്നെ വിട്. അതും പറഞ്ഞ് അവൾ കുതിരമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് മോചിതയാകാൻ കഴിഞ്ഞില്ല. ദേവേട്ട വിട്, എനിക്ക് പോകണം, എന്നെ വിട്. ഞാൻ വിടാം, പക്ഷേ എനിക്ക് ദേ ഇവിടെ ഒരു ഉമ്മ തന്നാൽ മതി. എന്നാ എൻ്റെ മോള് പോയിക്കോ. അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക്, ഞാൻ തരില്ല, എന്നെ വിട്. അവൾ ഒച്ചയെടുക്കാൻ തുടങ്ങി. അമ്മു, നീ വെറുതെ കിടന്ന് ഒച്ചയെടുത്തിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ആരും വരില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ചേട്ടൻ ചോദിച്ചതാ.
ദേവേട്ട പ്ലീസ്, അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു. ആദ്യമൊക്കെ അവൾ കുറെ എതിർത്തെങ്കിലും പിന്നീട് അവളും അതിന് വിധേയായി നിന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിച്ചു. അവളെ നോക്കിയതും പെണ്ണ് നാണത്താൽ തല കുനിച്ചു അവൻ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൻ്റെ ദൈവമേ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. പെട്ടെന്ന് ആരുടെയോ ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോൾ തങ്ങളെ നോക്കി 3 പേര് അവിടെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടതും 2 പേരും വേഗം ചാടി എഴുന്നേറ്റു. ദേവേട്ട, ചേച്ചി എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ 5-6 കിളി പറന്നുപോയി. ഇനി തിരികെ വന്നാൽ പറയാം. ഹരി പറഞ്ഞതും കേട്ട് ആകെ ചമ്മിനാറി 2 പേരും പരസ്പരം നോക്കി. അല്ല ഹരി, നിങ്ങൾ 3 പേരും എന്താ ഇവിടെ? ഞാൻ നിങ്ങൾക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അല്ല, നിങ്ങളെങ്ങനെ ഈ മുറിയിൽ കയറി? ഡോർ ലോക്കാണല്ലോ. പിന്നെ എങ്ങനെ ഇതിനകത്ത് കയറി? അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ദേവേട്ടൻ ചേച്ചി എങ്ങനെ മെരുക്കുന്നതെന്ന് കാണാൻ വന്നതാ. ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. അപ്പോൾ വിച്ചുവും ഹരിതയും എൻ്റെ കൂടെ വരുന്നുവെന്ന് പറഞ്ഞു. എന്ന് നോക്കിയപ്പോൾ ഡോർ ലോക്കാണ്. അപ്പോൾ ബാൽക്കണി വഴി ഇങ്ങോട്ട് ചാടിയതാ. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അത് വേണ്ടായിരുന്നുവെന്ന്. ഇനി പറന്നുപോയ കിളികളെ എങ്ങനെ പിടിക്കും? അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ താഴേക്ക് പോയിക്കോ, ഞങ്ങൾ ഇപ്പോൾ വരാം. ദേവൻ പറഞ്ഞതും 3 പേരും തന്നെ സ്ഥലം വിട്ടു. ആകെ നാണക്കേടായി. നിങ്ങൾ ഒരാളാണ് എല്ലാത്തിനും കാരണം. ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? എൻ്റെ അമ്മോ, നമ്മൾ അതിന് ഓപ്പൺ ആയിട്ടൊന്നുമല്ലല്ലോ ഉമ്മ വെച്ചത്. നമ്മുടെ റൂമിൽ വെച്ചല്ലേ, അതും ഡോർ ലോക്ക് ചെയ്ത്. അവർ ഇങ്ങോട്ട് അതിക്രമിച്ച് കയറിയതല്ലേ. നമ്മൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാകും. എൻ്റെ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ശരിയാക്കി തരാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ. അതിൽ കൂടുതൽ എന്ത് കാണാനാണ്? ഇങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റതും അവൻ അവളെ വീണ്ടും പിടിച്ചിരുത്തി. അമ്മു, അങ്ങനെ പിണങ്ങി പോവല്ലേ, ഇവിടെ വന്നേ. അവൻ അവളെ എഴുന്നേറ്റ് അലമാര തുറന്ന് ഒരു കവർ എടുത്തു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ദേ, ഈ ഡ്രസ്സ് മാറ്റി ഇതിട്ട് റെഡിയായി താഴേക്ക് വാ. അവിടെ എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക. അവൻ നീട്ടിയ കവർ വാങ്ങി അവൾ ഡ്രസ്സ് റൂമിലേക്ക് നടന്നു. മോനെ, അമ്മു എവിടെ? അവൾ ഇപ്പോൾ വരും അച്ഛാ. പറഞ്ഞു തീർന്നതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അമ്മുവിനെ കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. ലൈറ്റ് ബ്ലൂ കളറിൽ ഗൗണിൽ അവൾ സൗന്ദര്യയായിരുന്നു. ദേവേട്ട, ഇങ്ങനെ നോക്കി നിന്ന് വെറുതെ വെള്ളം ഇറക്കണ്ട. ഇത് ബെഡ്റൂം അല്ല. പിന്നെ നേരത്തെ പോലെ വല്ല കിസ് അടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പറയണം. ഹരിചന്ദ്രൻ ദേവന് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഹരി പറഞ്ഞത് കേട്ടപ്പോഴാണ് ദേവന് ബോധം വന്നത്. ഹരി ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ദേവൻ അവളുടെ അരികിലേക്ക് നടന്നു. കൂട്ടത്തിൽ ശിവരാമനും രാധികയും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നിങ്ങൾ 2 പേരും വരുന്ന കാര്യം എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞത്? അത് നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, രാധിക തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവിടെയുള്ള മറ്റു ചിലരെ അവൾ ശ്രദ്ധിച്ചത്. അമ്മു, ഇങ്ങ് വാ. ദേവൻ വിളിച്ചതും അവൾ അങ്ങോട്ട് ചെന്നു. ഇത് എൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയുമാണ്. ഹരിയുടെ അച്ഛനും അമ്മയും നീ കണ്ടു കാണും. നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് അവൾ അതേന്ന് തലയാട്ടി. പിന്നെ ദേ, ഇതെൻ്റെ അമ്മാവനും അമ്മായിയുമാണ്. ഇവർ നീ കാണാൻ വഴിയില്ല. ഇവർ അമേരിക്കയിലായിരുന്നു. അവരെ കണ്ടതും അവൾക്ക് എന്തു പരിചയം തോന്നി. അവൾ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വാ, കേക്ക് കട്ട് ചെയ്യാം. ദേവൻ പറഞ്ഞതും അവളെ വലിച്ചുകൊണ്ട് ടേബിളിനടുത്തേക്ക് പോയി. പക്ഷെ അപ്പോഴും അവളുടെ നോട്ടം അവരിൽ തന്നെയായിരുന്നു. കേക്ക് മുറിച്ച് ആദ്യം ദേവന് കൊടുത്തു. അവൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അവൾക്ക് തിരികെ കൊടുത്തു. പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുത്തു. ഓരോരുത്തരെ അവൾക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തു. അല്ല, ദേവേട്ടൻ ചേച്ചിക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ലേ? ഉണ്ട് ഹരി, ഞാൻ എൻ്റെ പ്രിയതമ്മയ്ക്ക് ഒരു ഉഗ്രം ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. എല്ലാവരും കൊടുത്ത ഇതുപോലത്തെ ഗിഫ്റ്റൊന്നുമല്ല, ഞാൻ കൊടുക്കുന്ന ഈ ഗിഫ്റ്റായിരിക്കും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, വിലമതിക്കാനാവാത്തത്. അതെന്ത് ഗിഫ്റ്റാണ് ദേവേട്ട? അത്രയും സ്പെഷ്യൽ? ഹരി ആകാംക്ഷയോട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് ദേവനൊന്ന് ചിരിച്ചു. എന്നിട്ട് അവളുടെ കൈപിടിച്ച് നേരെ നടന്നു. അമ്മു, നിനക്ക് തരാവുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനം ഇതാണ്. നീ കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതാണെന്ന് എനിക്കറിയാം. നീ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന നിന്റെ അച്ഛനും അമ്മയും ഇവരാണ്. അതും പറഞ്ഞ് അവൾ വിശ്വനാഥനെയും ദേവികയെയും ചൂണ്ടിക്കാണിച്ചു. ദേവനും ശിവരാമനും മാധവനും ഒഴികെ ബാക്കിയുള്ളവർ എല്ലാം അത് പറഞ്ഞത് കേട്ട് ഞെട്ടി. ദേവേട്ട, ഇത് അതെ അമ്മു, നിന്റെ അച്ഛനും അമ്മയും ഇതാണ്. നീ എൻ്റെ ചക്കി തന്നെയാണ്. ചക്കി എന്ന ആ പേര് കേട്ടതും അന്ന് ദേവൻ ആ പേര് പറഞ്ഞത് അവൾ ഓർത്തു. ദേവ മോനെ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? ഇത് അമ്മു അല്ല, ഇവൾ എങ്ങനെ നമ്മുടെ ചക്കിയാവും? ഗായത്രി സംശയത്തോടെ ചോദിച്ചു. ദേവൻ പറയുന്നത് സത്യമാണ്. അമ്മു ഞങ്ങളുടെ മക്കളായി വളർന്നു എന്നല്ലാതെ ഞങ്ങൾക്കുണ്ടായ മകളല്ല. രാധിക ഗായത്രിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ഗായത്രിയും അവിടെ ഉള്ളവരും ഞെട്ടി. രാധിക എല്ലാം വിശദമായി പറഞ്ഞു. അമ്മേ, ഈ മാല അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ദേവൻ ആ മാല കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ദേവ, ഇത് എൻ്റെ അമ്മയുടെ മാലയല്ലേ അമ്മ ചക്കിക്ക് കൊടുത്തത്? അതെ അമ്മേ, ഈ മാല തന്നെ.
ഇവളെ അങ്കിളിന് കിട്ടിയപ്പോൾ ഇവളുടെ കഴുത്തിലുണ്ടായതാണ്. ഇത് പോരെ ഇവൾ നമ്മുടെ ചക്കയാണെന്നുള്ള തെളിവിന്? കേട്ടതൊന്നും വിശ്വാസമാകാതെ വിശ്വനാഥനും ദേവകിയിൽ നിന്നു. അമ്മാവ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് നമ്മുടെ ചക്കി തന്നെയാണ്. ഇനിയും വിശ്വാസമില്ലേ അമ്മാവൻ ഇതൊന്ന് നോക്ക്. ഇത് ഇവളെ കിട്ടിയതിനു ശേഷമുള്ള ഇവളുടെ ഓരോ വാഴ്ചയിലും അങ്കിളെടുത്ത ഫോട്ടോസാണ് എന്നും പറഞ്ഞ് അവനൊരു ആൽബം അവർക്ക് നേരെ നീട്ടി. ആ ആൽബം കണ്ടതും രണ്ടുപേരും അമ്മുവിനെ നോക്കി. ദേവി അവളെ തന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ കാഴ്ച എല്ലാവരിലും സന്തോഷമുണ്ടാക്കി. അമ്മാവ, 23 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതേ ദിവസമാണ് ചക്കി നഷ്ടമായത്. ഇപ്പോൾ അതേ ദിവസം തന്നെ നമുക്ക് അവളെ തിരികെ കിട്ടി. പോരാത്തതിന് അമ്മാവൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഇന്ന് എൻ്റെ കൂടെ. മോനെ, അവൻ അത് പറഞ്ഞതും വിശ്വനാഥൻ അവനെ കെട്ടിപ്പിടിച്ചു. ആ, ഇനി ഈ സ്നേഹപ്രകടനമൊക്കെ പിന്നെയാവാം. ഇപ്പോൾ എല്ലാവരും വാ, ഭക്ഷണം കഴിക്കാം. സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടച്ച് ഗായത്രി പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ജോലികളിൽ മുഴുകി. ദേവനും ബാക്കിയുള്ളവരും മറ്റേത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ദേവ മോനെ, പരിഭ്രാന്തിയോടെ ഗായത്രി വിളിച്ചു. എന്താ അമ്മ, എന്തു പറ്റി? ദേവ, ചക്കിമോള് തലകറങ്ങി വീണു. വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അമ്മ പറഞ്ഞത് കേട്ടതും എല്ലാവരും തന്നെ വീടിനകത്തേക്ക് ഓടി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.